നാരായണ പണിക്കരായാലും ഈയിടെ മരിച്ച BR പ്രസാദ് ആയാലും അല്ലെങ്കിൽ നെടുമുടി വേണിച്ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ അപ്പർ കുട്ടനാട്ടിൽ എടുത്ത തകഴിയാണെങ്കിലും ധാരാളം കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ആ കുട്ടനാടിന്റെ മണ്ണിൽ നിന്ന് മോഹൻ എന്നുള്ള പേര് വേണ്ട, കാവാലം എന്നുള്ളൊരു പേര് മാത്രം മതി. പഴമയും പുതുമയും തമ്മിലുള്ള കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഈ പ്രണയം, എനിക്കിഷ്ടമാണ് സംഗീതവും. പക്ഷേ സംഗീതം എന്ന് പറഞ്ഞ സാഹചര്യത്തെ കുറിച്ച് ഒന്നും പറയാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളോളം വേണ്ടിവരും. എൻ്റെ ഒരു ഭംഗിയുണ്ടായിരുന്നു. ഈ സ്നേഹമല്ല പ്രണയം, പ്രേമമല്ല പ്രണയം. പുസ്തകം പിടിച്ച് ആ തൊടിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ കണ്ണിനോടൊന്ന് നോക്കുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ നിന്ന് ചോദിക്കും, എന്താ രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിയാണ്, നാളെ വരുമോ? വരും എന്നൊരു മറുപടിയില്ല. പിന്നെ അതാണ് പ്രണയം, സത്യമായ പ്രണയം. അപ്പൊ പഴമയുടെ പ്രൗഢി അല്ലെങ്കിൽ നന്മയുടെ ഉണ്മ, ഇതൊന്നും ഇന്നത്തെ ജനറേഷന് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇത് പ്രസംഗത്തിനുള്ള ഒരു വേദിയല്ല, അതുകൊണ്ട് ഒരു വലിയ നീണ്ട പ്രസംഗം ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ നിർത്തിയാക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാട്ട് പഠിക്കുന്നെങ്കിൽ ശുദ്ധമായ സംഗീതം കേട്ട് പഠിക്കണം എന്ന് ഞാൻ പറയാൻ കാര്യം, ജാനകിയമ്മയുടെ പാട്ട് പാടാൻ നിങ്ങൾ പഠിക്കുന്നെങ്കിൽ ദിലീമയുടെ കാസറ്റ് വാങ്ങിച്ച് കേട്ട് പഠിക്കരുത്. അല്ലെങ്കിൽ ദാസേട്ടന്റെ പാട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ കാസറ്റ് വാങ്ങിച്ച് പാട്ട് കേട്ട് പഠിക്കരുത്. സംഗീതത്തിനെ കൊല ചെയ്യുന്ന, അവർക്ക് അവരുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഗീതം അവരുടെ ഭാഷയിൽ സുബ്ബമ്മ വാടി രംഗപുര വിഹാര എന്നുള്ള പാട്ടൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതാണ്. ആ പാട്ടൊക്കെ വലിച്ചു കീറി നശിപ്പിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കത് വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ പാട്ട് 4 വരിയെ നിങ്ങൾ പാടിയുള്ളെങ്കിലും അതിൻ്റെ വാക്കുകൾ, അതിൻ്റെ കാവ്യഭംഗി, അക്ഷര നിങ്ങൾ തെറ്റില്ലാതെ നിങ്ങൾ പാടണം. പണ്ടത്തെ പാട്ടുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുമല്ലോ വയലാർ ദേവരാജൻ കൂട്ടുകെട്ട്. ആ വയലാറിന്റെ ഭാഷയ്ക്കൊരു ഭംഗിയുണ്ട്, അദ്ദേഹം എഴുതുന്ന കാവ്യാത്മകമായ വരികൾക്കൊരു ഭംഗിയുണ്ട്. അതിന് സംഗീതം കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ ആവാഹിച്ച് നമ്മുടെ മനസ്സിലോട്ട് കയറ്റുന്നത്. ഇന്ന് അതൊന്നുമില്ല. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. ഞാൻ മിക്കവാറും ഇവിടെ നടക്കുന്ന സംഗീത പരിപാടികളും സ്റ്റേജ് പ്രോഗ്രാംസിലും എല്ലാം പങ്കെടുക്കാറുണ്ട്, പോയിരുന്ന് ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഇത്രയും നാളായിട്ടും ആരെങ്കിലും ഒരാൾ, പുതിയ തലമുറയുടെയോ പഴയ തലമുറയുടെയോ കുട്ടി ലജ്ജാവതി പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ കറുപ്പിനഴക് വെളുപ്പിനഴക് എന്നൊക്കെ ജോസിനെ പാടിയ പാട്ട് ഈ ആരെങ്കിലും പാടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം കപ്പ TV ഒരു രമ്യ വിനയകുമാർ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ചുമന്ന ഉപ്പായമൊക്കെ എടുത്തിട്ട് ഇടയ്ക്കൊക്കെ തൂക്കി പിടിച്ചിട്ട് ചൊറിയുന്ന ഒരു പെണ്ണ്. ഇടയ്ക്ക് എങ്ങനെ പൊട്ടേണ്ടതെന്ന് നമുക്കറിയില്ല. ഏതാണ്ട് 20 ലക്ഷത്തിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട് അതിന്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന് അപ്രിഷ്യേറ്റ് ചെയ്ത് കമന്റ് എഴുതിയിട്ടുണ്ട്. അതിൽ 2 വർഷം മുമ്പ് മോഹൻ കാവാലം എഴുതിയ ഒരു കമന്റ് ഉണ്ട്. ഇവിടെ വെച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി യൂട്യൂബ് എടുത്ത് തുറന്ന് രമ്യ എന്നടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. ഇരയമ്പൻ നമ്പി രചിച്ചു വെച്ച കരുണ ചെയ്യുവാൻ എന്ത് താമസമോ കൃഷ്ണോ, അവള് സ്റ്റേജിൽ കയറി എന്ന് പാടി ഇത്ര ആരാധകമുള്ള അവള് പാടിയിരിക്കുന്നത് ഗുരുവായൂർ പൂരം തന്നെ. പൂരം നടക്കുന്നത് തൃശ്ശൂരാ, ഗുരുവായൂരല്ല. ഗുരുവായൂർ പുരം ഹരീഷ് ശിവരാമകൃഷ്ണന്റെ പാതയിൽ കൂടി അവൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അത് പൂരമായിട്ട് മാറി. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. തെറ്റുകൾ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഞാൻ ജയകുമാർ സാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു പാട്ടാണ് നീലക്കടമ്പിനകത്തെ കുടജാദ്രിയിൽ എന്നുള്ളൊരു പാട്ട്. അതിനകത്ത് ഒരു ദുഃഖ ബിന്ദുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ, ഹൃദയം സൗവർണികയാക്കൂ എന്നൊരു വരിയുണ്ട്. സാറ് പറയുന്നത് ഞാൻ എഴുതിയത് ഒരു ദുഃഖ ബിന്ദു എന്നല്ല, ഒരു ദുഃഖ സിന്ധു എന്നാണ്. എന്ന് പറഞ്ഞാൽ
തളം കെട്ടിക്കിടക്കുന്ന ഒരു തടാകം പോലെ തളം കെട്ടിക്കിടക്കുന്ന ജീവിതം, പ്രയാസം കൊണ്ട് വിഷമിക്കുന്ന ഒരു ജീവിതം സൗവർണിയാക്കി ഒഴുക്കി വിടാനാണ് ഞാൻ എഴുതിയത്. പക്ഷെ അതിന്റെ റെക്കോർഡിങ് നടക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു. അത് റീറൈറ്റ് ചെയ്തപ്പോൾ അവര് ഒരു ദുഃഖ ബിന്ദു എന്നെഴുതി, ഒരു ദുഃഖ സിന്ധു എന്നുള്ളത്. അപ്പൊ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, പക്ഷെ അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റുകളെ സ്വീകരിക്കണം എന്നുള്ളതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല. പഴയ പാട്ടുകളോടും പഴയ കലയോടും ഒക്കെ ആണ് എനിക്ക് താല്പര്യം. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ വൈകിട്ടാണെങ്കിൽ നമ്മൾ ഗുലാം അലി സാഹിബിന്റെ മഹദി ഹസന്റെ ഒക്കെ ഗസലുകൾ കേൾക്കും, അല്ലെങ്കിൽ നല്ല നല്ല മഹാരാജപുരം സന്താനം പോലുള്ള ആൾക്കാരുടെ കച്ചേരി കേൾക്കും. എൻ്റെ വീട്ടിൽ നിന്ന് വന്നാലും 1600 കാസറ്റുകളുണ്ട്. ഞാൻ CD കേൾക്കാറില്ല, ഈ കാസറ്റുകൾ മാത്രമേ കേൾക്കാറുള്ളൂ. ഇപ്പോഴും ദൈവാലയം കൊണ്ട് ഒരു ഡെക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം വലിച്ചു നീട്ടുന്നില്ല. എന്നെ ഈ സ്റ്റേജിലോട്ട് വിളിച്ച് എന്നെ ആദരിച്ച എല്ലാ നല്ല മനസ്സുള്ള സംഗീതജ്ഞരോടും ഇവിടെ കൂടിയിരിക്കുന്ന സദസ്യരോടും ഇത് ഓർഗനൈസ് ചെയ്ത വ്യക്തികളോടും പ്രസിഡന്റിനോടും പ്രത്യേകിച്ച് ഹരിത മാഡത്തിനോടും കബീറിനോടും അവതാരകനോടുമുള്ള ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ. നന്ദി, നമസ്കാരം. മനോഹരമായി നമ്മളോട് സംബന്ധിച്ച നമ്മുടെ പ്രിയപ്പെട്ട മോഹൻ ചേട്ടന് നമ്മുടെ ഗൾഫ് ടാലൻസ് ഒരു ചെറിയ സ്നേഹോപഹാരം അത് കൈമാറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ട്രഷറർ റീനെ ക്ഷണിക്കുന്നു. പ്രസാദേട്ടൻ കുറച്ച് നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിന് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്, പ്രസാദേട്ടൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് നമുക്ക് അറിയുന്ന രാജു ചേട്ടൻ്റെ, രാജുബായിയുടെ ഒരു കാര്യം പറഞ്ഞു. മോഹൻ ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. പ്രസാദേട്ടാ, രാജുബായെക്കാട്ടിലും ക്ലോസ് ഉള്ള ഒരാളുണ്ട്. അത് ഇപ്പൊ പ്രസാദേട്ടൻ നോക്കിയാൽ കാണും. അദ്ദേഹത്തിനോടൊക്കെ എനിക്ക് അസൂയാണ്. ഈ മഹത് വ്യക്തിയുടെ കൂടെ ഇരിക്കാനും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ കൂടെ ഇരുന്ന് ഒരു സഭ കൂടാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി നമ്മുടെ ബിൻചേട്ടനുണ്ട്. ബിൻചേട്ടാ, ഭാഗ്യം ചെയ്ത ജന്മട്ടോ. ഇവരെ കൂടെ ഒരു ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പോയി എത്തി നോക്കാൻ എനിക്ക് പറ്റും. അപ്പൊ ഈ സംഗീതത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ, അപ്പോഴാണ് ഇന്നലെ ഒരു കാര്യം അറിഞ്ഞത്. നമ്മുടെ ഭാവ ഗായകൻ നമ്മുടെ ജയചന്ദ്രൻ സാറിന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. അതുപോലെ വേറൊരു ജന്മദിനം കൂടി ഇട്ടിട്ടുണ്ട്, കാവാലം എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ പറയില്ലേ, വാക്കുകൾ കിട്ടൂല ഇനി പറയുമ്പോൾ. അപ്പൊ ഇനി നമുക്ക് കൂടുതൽ വാക്കുകൾ നിർത്തിക്കൊണ്ട് പാട്ടിലേക്ക് കിടക്കാം. അതിനു മുമ്പ് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ബിജുമോഹൻ സലാഹുദ്ദീൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മോഹൻ കാവാലം സാർ, ഗൾഫ് ടാലൻസിന്റെ എല്ലാ മെമ്പേഴ്സ്, ഞങ്ങളെ അതിഥികളായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഗൾഫ് ടാലൻസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.
कभी ये रात न गुजरे मोहब्बत का हर एक लम्हा है, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे। तू बड़ी माशाअल्लाह कहे അടുത്തൊരു ഗോൾഡൻ ഹിറ്റ് ആണ് നമ്മുടെ എല്ലാവരും സ്വാതേറിയായി വിഭവങ്ങൾ കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിട്ട്. ആരും അത് മിസ്സാക്കരുത്. ഹോംലി ഫുഡ് നമ്മൾ കേട്ടിട്ടുള്ളൂ, ആ ഫുഡാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പോകുന്നവർക്ക് ഭയങ്കര മിസ്സായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 1982 പുറത്തിറങ്ങിയ പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ ആ സൂപ്പർ ഹിറ്റ് സോങ് നീലവാന ചോലയിലായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ഷിബു ഓൺ സ്റ്റേജ്. കണ്ടു ഞാൻ
എന്നിലും ഒരു മൊഴിയിലാമ दुल्हन बनी है रात, कितनी हंसी है रात। പോയി പരിണി പൊന്മുകുളം തുടുസോയും നിറവും മഞ്ഞക്കിളിയുടെ മനസ്സിനുള്ളിൽ അവൾ ചിന്തിച്ചിട്ടുണ്ടേ മഞ്ഞക്കിളിയുടെ പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ അവൾ ചിന്തിച്ചു. കോട്ടയം സ്വദേശിയാണ്, നാട്ടില് ഇവിടെ ഷാർജ പോലീസിൽ IT-യുടെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരെയും കണ്ടതിലും എനിക്കൊരു പാട്ട് പാടാൻ അവസരം തന്നതിലും നന്ദി. എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. പിന്നെ മോഹൻ സാറിനെ എനിക്ക് നേരത്തെ പോലെ അറിയാം. ഞാൻ WMC മെമ്പറാണ്, അദ്ദേഹം പ്രസിഡന്റാണ്. ഞാൻ ആക്ച്വലി ദുബായ് WMC ആണ്, അദ്ദേഹം ഉമ്മൽക്കോയാണ്. എന്തായാലും ഞങ്ങളിടയ്ക്ക് ഫംഗ്ഷനിലൊക്കെ കൂടാറുണ്ട്, കാണാറുണ്ട്. സാറ് വന്നതിലും സഹകരിച്ചതിലും വളരെ നന്ദി. താങ്ക് യു. WMC എന്ന് പറഞ്ഞ വേൾഡ് മലയാളി കൗൺസിൽ, അത് ഉമ്മൽക്കോയിലിന്റെ ആളാണ് നമ്മുടെ സ്വന്തം മോഹൻ സാറ്. ഇതേ ഷാർജ പോലീസുകാരാ ആ ചടങ്ങുകൾ മാറ്റിയിട്ടുണ്ട്, വേറെ പോലീസുകാരുണ്ട് ഇപ്പോൾ. ഹലോ എവ്രിവൺ, എൻ്റെ പേര് സുനിത തറമേൽ എന്നാണ്. സ്പെഷ്യലായിട്ട് അനിലേറ്റൻ ലക്ഷ്മി ചേച്ചി ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ജോയിൻ GT ഫാമിലി. പിന്നെ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ദ ഗ്രൂപ്പ്. അതുപോലെ അനിലേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് സാറിന്. അനിലേട്ടൻ സെക്രട്ടറി ആയതോടുകൂടി സുബ്ഹാനല്ലാഹ് 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 വല്ലേ 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 तुम्हें अपना बनाने की कसम खाई है चाहत ही नजर आई है
ഇനിയും തുറക്കും. ഹലോ, ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ കബീർജിക്കാണ്. കബീർജിയുടെ ഒരു ആഗ്രഹമാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. ഓക്കെ. ഇത്ര നേരം കഷ്ടപ്പെട്ട് പാടിയതൊക്കെ വെറുതെ എല്ലാവരും കയ്യടി മൊത്തം ഈ വിളി കൊണ്ടായി. സഹൃദയരെ, ഉടഞ്ഞു
പോരും മൊത്തത്തിലെ സന്തോഷ രക്തത്തിലെ കല്ലാടും നേരത്തിലെ ഉല്ലാസ നെഞ്ചത്തിലെ പട്ടിക്കുള്ള മനസ്സുക്കുള്ള പട്ടിക്കൊന്നും പഞ്ചമില്ല പോരായെല്ലാം വിട്ട് തള്ളു പഴസയെല്ലാം സത്ത് തള്ളു പുതുസായി പുറന്ന മണ്ണ് വേലായുധാ ശൂരം പണിയുടെ ചെമ്പള കൊട്ടിക്കോലം തുള്ളും താളം തീരം പണിയുടെ കൊമ്പിളി എത്തി കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലി കുഞ്ഞിൻ മേലെ കാവടി എന്നും നേരം ഇന്നക്കരയുള്ളവരിക്കരെ എത്തും തക്കിടി തകിലടി വീഴും ഇത് മാമലമേലെ സൂര്യൻ നിൽക്കും പുലരി കണ്ണിൽ പള്ളിത്തേരെ കാടും മലയും പുഴയും കിടന്ന് ചേരുന്ന വെള്ളിത്തേരാണ് സൂര്യം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം തീരം പടയുടെ കൊമ്മടി എത്തി കൊട്ടിക്കേറും താളം ഇത് വെള്ളം കൊല്ലി കുന്നിൻ മേലെ കാവടിയേണ്ടും നീളം ഇന്നക്കരയുള്ളവരൊക്കെ തക്കിടി തകിലടി നീളം ഇത് മാമല മേലെ സൂര്യൻ നിൽക്കും പള്ളിത്തേരെ കാടും മലയും പണിയും കടന്ന് വെള്ളിത്തേരാണ് പറയാനാണോ